പ്രേക്ഷകർക്ക് നമസ്കാരം. ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാക്ഷാൽ അമേരിക്ക, ഡൊണാൾഡ് ട്രംപ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു. ഒന്നൊന്നര മുട്ടുമടക്കലിലേക്ക് തന്നെയാ ഡൊണാൾഡ് ട്രംപ് ഇപ്പോ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിനെതിരെ അമേരിക്ക 50% തീരുവ ഏർപ്പെടുത്തിയിരുന്നു. അതായത് ഇതിനു മുമ്പേ ഉള്ളത് 25% തീരുവ. നമ്മുടെ രാജ്യത്തിനെതിരെ വ്യാപാര യുദ്ധം തന്നെ പ്രഖ്യാപിച്ചായിരുന്നു അമേരിക്ക മുന്നോട്ട് പോയിരുന്നത്. ആ അമേരിക്ക 50% എന്ന തീരുവ കുറച്ചത് കഴിഞ്ഞ മുമ്പേ ഉള്ള ഈ തീരുവയായിട്ടുള്ള 25%ലേക്കല്ല, മറിച്ച് 18% അമേരിക്ക തീരുവ കുറച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് മുട്ടുമടക്കിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ഈ ഒരു രീതിയിലേക്ക് അമേരിക്ക മുട്ടുമടക്കിയിട്ട് പോലും തന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന വലിയ പ്രഖ്യാപനം തന്നെയാണ് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. ഞാൻ ഏതായാലും ഡൊണാൾഡ് ട്രംപ് എന്താണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇതിൽ റഷ്യയുമായിട്ടൊക്കെ കരാറ് എന്നൊക്കെ നിർത്തിയെന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും നരേന്ദ്രമോദി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഇതും വീണ്ടും ട്രംപിനെ അവഗണിച്ചിട്ടുണ്ട്. ഏത് അമേരിക്കയെ 18%ലേക്ക് കുറച്ചു തന്ന അമേരിക്കയെ ഇപ്പോഴും നരേന്ദ്രമോദി പുല്ലുവില തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ ഏതായാലും ഡൊണാൾഡ് ട്രംപിന്റെ ആ പോസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം. ഇന്ന് രാവിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു ബഹുമതിയായി തോന്നി. അദ്ദേഹം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളും അദ്ദേഹത്തിന്റെ രാജ്യത്തെ ശക്തനും ആദരണീയനുമായ നേതാവുമാണ്. വ്യാപാരം, റഷ്യയുമായും യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കൽ എന്നിവയുൾപ്പെടെ നിരവധി കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താനും അമേരിക്കയിൽ നിന്ന് ഒരുപക്ഷെ വെനിസ്വേലയിൽ നിന്ന് കൂടുതൽ വാങ്ങാനും അദ്ദേഹം സമ്മതിച്ചു. ഇതിപ്പോഴും ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കും. ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ആഴ്ചയും മരിക്കുന്നതിനാൽ പ്രധാനമന്ത്രി മോദിയോടുള്ള സൗഹൃദവും ബഹുമാനവും കാരണം അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഉടനടി പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യാപാര കരാറിന് ഞങ്ങൾ സമ്മതിച്ചു. അതിലൂടെ യുണൈറ്റഡ് സ്റ്റേറ്റ് കുറഞ്ഞ പരസ്പര താരിഫ് ഈടാക്കും. അത് 25% നിന്ന് 18% കുറക്കും. ഒരു 50% എന്ന് പ്രഖ്യാപിച്ചത് ലോകം തന്നെ അറിഞ്ഞതാണ്. ഇതിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് 25% ആയിരുന്നു, ഞങ്ങൾ അത് 18ലേക്ക് കുറച്ചു. എത്രത്തോളം അമേരിക്ക മോദിക്ക് മുന്നിൽ, നമ്മുടെ രാജ്യത്തിന് മുന്നിൽ മുട്ടുമടക്കി എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റല്ലേ ഇത്. അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരായ അവരുടെ താരിഫുകളും താരിഫ് ഇതര തടസ്സങ്ങളും പൂജ്യമായി കുറയ്ക്കുന്നതിനും അവർ മുന്നോട്ട് പോകും. $500 ബില്യൺ വരുന്ന US ഊർജം, സാങ്കേതിക വിദ്യ, കാർഷികം, കൽക്കരി, മറ്റ് നിരവധി ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പുറമെ വളരെ ഉയർന്ന തലത്തിൽ അമേരിക്കൻ വാങ്ങുക എന്ന പ്രതിജ്ഞയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇന്ത്യയുമായുള്ള നമ്മുടെ അത്ഭുതകരമായ ബന്ധം ഭാവിയിൽ കൂടുതൽ ശക്തമാകും. കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന 2 വ്യക്തികളാണ് പ്രധാനമന്ത്രി മോദിയും ഞാനും. ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റ്. മിക്കവർക്കും പറയാൻ കഴിയാത്ത ഒന്ന്, ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ഈ മോദിയെ ഫോൺ വിളിച്ചതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് പോസ്റ്റ് ചെയ്ത. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ട് ഞാൻ അതൊന്ന് വായിച്ചേൽപ്പിക്കാം. എന്റെ പ്രിയ സുഹൃത്ത് പ്രസിഡന്റ് ട്രംപുമായി ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ 18% കുറഞ്ഞ താരിഫ് ഉണ്ടായിരിക്കുമെന്നതിൽ സന്തോഷമുണ്ട്. ഈ അത്ഭുതകരമായ പ്രഖ്യാപനത്തിന് ഇന്ത്യയിലെ
1.4 ബില്യൺ ജനങ്ങളുടെ പേരിൽ പ്രസിഡന്റ് ട്രംപിന് വലിയ നന്ദി. രണ്ട് വലിയ സമ്പദ് വ്യവസ്ഥകളും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുകയും പരസ്പരം പ്രയോജനകരമായ സഹകരണത്തിനുള്ള വലിയ അവസരങ്ങൾ തുറക്കുകയും ചെയ്യുന്നു. ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വം അത്യന്താപേക്ഷിതമാണ്. സമാധാനത്തിനായുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ ഇന്ത്യ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. നമ്മുടെ പങ്കാളിത്തത്തെ അഭൂതപൂർവമായ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തോടൊപ്പം അടുത്തു പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിലെവിടെയും റഷ്യയുമായിട്ടുള്ള ബന്ധം നിർത്തുമെന്നൊന്നും നമ്മുടെ രാജ്യം പ്രഖ്യാപിച്ചിട്ടില്ല. ട്രംപ് ഇപ്പോഴും ഒരു സ്വപ്നലോകത്ത് നിന്ന് തോന്നുന്നത് പോലെ വിളിച്ചു പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ രാജ്യത്തിനെതിരെ 50% തീരുവ പ്രഖ്യാപിച്ചത് അത് കുറച്ചത് മുമ്പുള്ള 25%-ലേക്കല്ല, മറിച്ചത് 18%-ലേക്ക് കുറച്ചിരിക്കുന്നു. ഇതുപോലെ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്ക മോദിക്ക് മുന്നിൽ മുട്ടുമടക്കിയത് എന്തുകൊണ്ടാ? അതിശക്തനായിട്ടുള്ള ഭരണാധികാരിയായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോകത്ത് മാറിക്കഴിഞ്ഞു. ലോകത്തെ പ്രധാനപ്പെട്ട നേതാവായിട്ട് നരേന്ദ്രമോദി മാറിയതിന്റെ ഗുണമാണ് നമ്മുടെ രാജ്യം ഇന്ന് അനുഭവിക്കുന്നത്. ഇന്ന് നമുക്ക് കിട്ടിയ 18%-ലേക്കുള്ള ഈ കുറവ് അമേരിക്കയുടെ മുട്ടുമടക്കൽ എന്ന് സകലരും തിരിച്ചറിയാം. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. അമേരിക്ക നമുക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് നമ്മൾ അമേരിക്കയെ അങ്ങ് അവഗണിച്ചതല്ലായിരുന്നു. നമ്മൾ എന്നിട്ട് ചൈനയിലേക്കും റഷ്യയിലേക്കും പറന്നു. നമ്മുടെ പ്രധാനമന്ത്രി പുതിയ ലോകത്തിന്റെ ഗതി പുതിയ രീതിയിലേക്ക് മാറ്റിമറിച്ചു. നമ്മുടെ പ്രധാനമന്ത്രി റഷ്യയുമായിട്ട് എണ്ണ വാങ്ങരുത് എന്ന് പറയുമ്പോ അളവിൽ കൂടുതൽ എത്ര വാങ്ങരുത് എന്ന് പറയുന്നോ അതിനേക്കാൾ അധികം നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി. ഇത് മാത്രാണോ? നമ്മൾ യൂറോപ്പുമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചില്ലേ? ഈ യൂറോപ്യൻ യൂണിയൻ നമ്മുടെ രാജ്യമായിട്ട് അടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതേ റഷ്യ തന്നെയായിരുന്നു. ഈ റഷ്യയുമായിട്ട് മാറിയാലേ യൂറോപ്പുമായിട്ട് ബന്ധമുണ്ടാവൂ എന്നായിരുന്നു യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം. എന്നാൽ അമേരിക്കയുടെ നിലപാട് യൂറോപ്പിനെതിരെ, അതേപോലെ തന്നെ ഇന്ത്യ ഒറ്റക്ക് ലോകത്ത് ഗതി നിർണയിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ തിരിച്ചറിയുന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. ഇതൊക്കെ ഡൊണാൾഡ് ട്രംപിന് പണിയല്ലേ? അമേരിക്കയിലെ ബിസിനസ്സുകാർ വെറുതെ ഇരിക്കോ? ലോകം മറ്റൊരു രീതിയിൽ മറ്റൊരു ഗതി നിർണയിക്കുന്നതിലൂടെ കാറ്റ് മാറി വീശി തുടങ്ങി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോകത്ത്. ഇത് അമേരിക്കൻ ബിസിനസ്സുകാരിക്ക് സമ്മതിക്കുമോ? അമേരിക്കൻ ബിസിനസ്സുകാര് ഡൊണാൾഡ് ട്രംപിന്റെ കൊങ്ങൊക്കെ പിടിച്ചിട്ടെങ്കിലും നമ്മുടെ രാജ്യമായിട്ട് നല്ല ബന്ധത്തിലേക്ക് പോകാനുള്ള ശ്രമം നടന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാ. നമ്മുടെ മണ്ണിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയെയാണ് അമേരിക്ക വന്നിട്ട് വിരട്ടാൻ നോക്കിയത്. ഇപ്പൊ എന്ത് പറയുന്നു? അമേരിക്കയെ പോലും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പിന്തുണച്ച് മുന്നോട്ട് പോയി. അമേരിക്ക എന്തു പറഞ്ഞാലും അത് ഏറ്റെടുത്ത് നമ്മുടെ രാജ്യത്തിനെതിരെ രാഹുൽ ഗാന്ധി പോലും വിളിച്ചു പറയും. ഇപ്പൊ സകലരും ഇപ്പോ എന്തു പറയുന്നു? ഗൾഫ് രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അല്ലേ? പറയുന്ന യൂറോപ്യൻ യൂണിയൻ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കല്ലേ ഒപ്പമല്ലേ? റഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങള്, ഇങ്ങനെ ലോകത്തിന്റെ ഗതി തന്നെ നമ്മൾ നിർണയിക്കുന്നത് പോലെയുള്ളൊരു മാറ്റം നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്നില്ലേ? വെറുതെയല്ല അമേരിക്ക വന്നിട്ട് മുട്ടുമടക്കിയത്. നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം, നരേന്ദ്രമോദിയുടെ മികവ് തന്നെയാണ് എന്നുള്ളത് സകല ഭാരതീയരും അഭിമാനത്തോടു കൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ.